ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും സ്നേഹമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ തേടി പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എത്തിയേക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് തോന്നുക. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം അവൻ എപ്പോഴും നമ്മുടെ തുണയായിട്ടുണ്ടാകും. ഈ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ വിശ്വാസം, ആ വിശ്വാസം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ചില വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്കൊന്ന് ദൃഢമാക്കാം, നമുക്കൊന്ന് ഉറപ്പിക്കാം നമ്മൾക്ക് ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ദൈവം നമ്മളോട് എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മളെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് സങ്കടം വരുന്നു, നിരാശ വരുന്നു, ഡിപ്രഷൻ, അങ്ങനെ സമയം ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. സങ്കീർത്തനം 34:18 നാം വായിക്കുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതായത് നമ്മളുടെ വേദനയുടെ നിരാശയുടെ പടുകുഴിയിൽ നമ്മൾ വീണു പോകുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് അകലെയല്ല, അവൻ സമീപസ്ഥനാണ്, അവൻ നമ്മുടെ കൂടെ അടുത്തുള്ളവനാണ്. അപ്പോൾ അവൻ കൂടെ നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ രക്ഷിക്കാനും അവനുണ്ട്. രണ്ടാമതായിട്ട് ഭയം, വി ആർ സ്കെയർഡ് ഓഫ് ദിസ് ലൈഫ്. അപ്പോൾ നമുക്ക് ഭയത്തിൽ നമുക്ക് ശക്തി തരും. യെശയ്യാവ് 41:10 ദൈവം നമ്മളോട് പറയുന്നുണ്ട്, അതൊരു പാട്ടായിട്ട് നമ്മൾ ഇഷ്ടം പോലെ പാടിയിരിക്കുന്നതാണ്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെ ഉണ്ടല്ലോ. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഈസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ ഞാൻ കൂടെയുണ്ട്, ഞാൻ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ നമ്മൾ ദുർബലരായിരിക്കുമ്പോൾ ദൈവം ശക്തി നൽകും, നമ്മൾ പ്രതിസന്ധികൾ നമ്മൾ താങ്ങി നടത്തും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. മൂന്നാമതായിട്ട് നമുക്ക് പല പരീക്ഷണങ്ങളും വരാം. അതായത് ഇന്ന കാര്യം നമ്മൾ ചെയ്യണോ വേണ്ടയോ, ഒരു ഡിലേമ, ഒരു ചാലഞ്ച്, നമ്മുടെ ചുറ്റും പലതും ചെയ്യുമ്പോൾ അത് ചെയ്യണോ വേണ്ടയോ, ഒരു പരീക്ഷണമാണത്. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഒരു പരിഹാരം ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പരീക്ഷണത്തിനും ഒരു പരിഹാരം തരാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:13 വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഴിവിലധികം പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവനൊരു പോക്ക് വഴി ഉണ്ടാക്കും. അതായത് ഇഫ് യു ട്രസ്റ്റ് ഇൻ ഹിം ഡ്യൂറിങ് എ ചലഞ്ചസ് ഹിൽ ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പരീക്ഷകളെയും തരണം ചെയ്യാനായിട്ട് ഓരോ ബുദ്ധിമുട്ടും ഒപ്പം ദൈവം ഒരു പോം വഴി ഒരുക്കും എന്നൊരു വാഗ്ദാനമുണ്ട്. നാലാമതായിട്ട് നമുക്ക് ടെൻഷൻ, സ്ട്രെസ്, ആകുലത, അതെല്ലാം നമ്മൾ അലട്ടും. അതിൽ ദൈവം എന്ത് തരാമെന്ന് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശു നമുക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തിനെ അറിയിക്കണമെന്ന്. നമ്മുടെ ഉത്കണ്ഠകൾ, ഭാരങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ അറിയിക്കുക, പ്രാർത്ഥിച്ച് അവനോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുക, നമ്മുടെ ടെൻഷൻ പറയുക, നമ്മുടെ ആകുലത കൺവേ ചെയ്യുക. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് തരും. എന്ത് തരും? സമാധാനം തരും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അവൻ സഹായിക്കും, ശക്തിപ്പെടുത്തും, നമ്മളെ എല്ലാത്തിനും വിടുവിക്കും. സഭാപ്രസംഗി 12:1 പറയുന്നത് പോലെ ദൈവത്തെ ഓർത്ത് അവൻ്റെ അനുഗ്രഹത്തിനായി നിൻ്റെ യൗവനം ദൈവത്തിന് സമർപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുന്നട്ടെ. നന്ദി.